Welcome to Zora Tuition Center. Today I am going to teach you class 7 human body and water important questions. What is circulatory system? എന്താണ് രക്തപര്യന വ്യവസ്ഥ? The system which consists of blood vessels and heart is the circulatory system. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. What are the parts of human circulatory system? മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? Heart, blood vessels, ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ. Then what is the function of the circulatory system? The function of the circulatory system is to transport nutrients and oxygen rich blood from the heart to all parts of the body. ഹൃദയത്തിൽ നിന്നും ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ധർമ്മം. The function of the circulatory system is to transport nutrients and oxygen rich blood from the heart to all parts of the body and also to carry carbon dioxide rich blood from different parts of the body to the heart. Why is blood in red color? രക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? The red color of the blood is due to the presence of a pigment called hemoglobin. എന്താണ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ബ്ലഡ്? ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അയൺ, പ്രോട്ടീൻ. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ബ്ലഡ്? ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്താണ്? അയൺ, പ്രോട്ടീൻ, ഇരുമ്പ്, പ്രോട്ടീൻ. ഫൈൻഡ് ഔട്ട് ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് അയൺ. അതറിയാം അല്ലേ? നമ്മൾ ഡേറ്റ്സ്, എഗ്സ്, മൊറിങ്ക ലീവ്സ്, ലിവർ, റെഡ് മീറ്റ്, ബീൻസ്, അതിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? നന്നായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ഹീമോഗ്ലോബിൻ? ഈ ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്താണ്? ഫങ്ഷൻ എന്താണ്? ഹീമോഗ്ലോബിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്യാരിയിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ സെൽസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന് പ്രധാന പങ്ക് തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ഹീമോഗ്ലോബിൻ ചോദിച്ചാൽ എന്താ പറയുക? ഹീമോഗ്ലോബിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്യാരിയിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ സെൽസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. Major components of blood. What are the main components of blood? രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏവ? What are the main components of blood? Plasma, platelets, red blood cells, white blood cell. Red blood cells RBC, white blood cell WBC. രക്തത്തിലെ പ്രധാന ഘടകങ്ങളാണ് ഇവ. പ്ലാസ്മ, ചുവന്ന രക്തകോശം, RBC, വെളുത്ത രക്തകോശം, WBC, then platelet. What are the characteristics of plasma in blood? രക്തത്തിലെ പ്ലാസ്മയുടെ സവിശേഷതകൾ ഏവ? It is the liquid part of blood. രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് എന്ത്? പ്ലാസ്മ. It is the liquid part of blood. Pale yellow in color. ഇളം മഞ്ഞ നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. Carries glucose to the cell. ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങളിൽ എത്തിക്കുകയാണ് ഇതിൻ്റെ ഒരു കർമ്മം. Which components help in blood clotting? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഭാഗം ഏതാണ്? പ്ലാറ്റ്ലെറ്റ്. Of red blood cells. ചുവന്ന രക്തകോശത്തിൻ്റെ സവിശേഷതകൾ ഏവ? നോക്കാം. Disc shape, non-nucleated, contains hemoglobin, transports oxygen and carbon dioxide. ഡിസ്കിൻ്റെ ആകൃതിയാണ് അതിന്. പിന്നെ മർമ്മമില്ല. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്നു.
Next, what are the characteristics of white blood cells? WBC. No definite shape, has nucleus, destroys pathogen. വെളുത്ത രക്തകോശത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതിന് നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. വിച്ച് ഇസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്? രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതാണ്? പ്ലാസ്മ. വിച്ച് ഇസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്? പ്ലാസ്മ. വിച്ച് ആർ ദ ബ്ലഡ് സെൽസ്? ഏതാണ് രക്തകോശങ്ങൾ എന്ന് പറയുന്നത്? എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? ചുവന്ന രക്തകോശം, വെളുത്ത രക്തകോശം. വിച്ച് ആർ ദ ബ്ലഡ് സെൽസ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? വൈറ്റ് ബ്ലഡ് സെൽ ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്? പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്? പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം, ഫങ്ഷൻസ് മീൻസ് ധർമ്മമാണ്. എന്തൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റ്സ് ഹെൽപ്പ് ഇൻ ബ്ലഡ്. വാട്ട് ആർ ദ ആർട്ടറീസ്? രക്തധമനികൾ പറഞ്ഞാൽ എന്താണ്? ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ എന്ന് പറയുന്നത്. വാട്ട് ആർ വെയിൻസ്? ഇനി അടുത്തത് എന്താണ് വെയിൻസ്? സിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Veins are the blood vessels that carry carbon dioxide rich blood from different parts of the body to the heart. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. വാട്ട് ആർ ദ കാപ്പിലാരീസ്? ലോമികകൾ എന്നാണ് കാപ്പിലാരീസിന് മലയാളത്തിൽ പറയുക. കാപ്പിലാരീസ് ആർ ദ തിൻ ബ്ലഡ് സെൽസ് that connect arteries and veins. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. Capillaries are the thin blood vessels that connect arteries and veins. നെക്സ്റ്റ് നമ്മൾ ഹാർട്ടിനെ പറ്റിയിട്ട് വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദ ഹാർട്ട്? ഒരു ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഹാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രമാണ്. അല്ലെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഹൃദയത്തിൽ വെച്ചിട്ടാണ്. അത് നമുക്കറിയാം അല്ലേ? Where is heart located in the body? നമ്മുടെ ശരീരത്തിൽ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? The heart is located in the thoracic cavity between the lungs. ഹൃദയം എന്താണ്? ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? The heart is located in the thoracic cavity between the lungs. It is protected by the ribs. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ്സ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്? എന്തൊക്കെയാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ സവിശേഷതകൾ? ദ ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് ക്ലെൻച്ച് ഫിസ്റ്റ്. ഹൃദയത്തിന് മുഷ്ടിയോളം വലുപ്പമുണ്ട്. എന്താ അറിയില്ലേ? ക്ലെൻച്ച് ഫിസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ കൈ ഇങ്ങനെ മടക്കി പിടിച്ചാലുള്ള അത്രയും വിരലുകൾ മടക്കി പിടിച്ചാൽ. The heart is covered by a double layered membrane called pericardium. ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരികാർഡിയം. The heart is covered by a double layered membrane called pericardium. The human heart has 4 chambers. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. What is heartbeat? എന്താണ് ഹൃദയസ്പന്ദനം? ഹാർട്ട് ബീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽസ്. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും ചുരുങ്ങുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹാർട്ട് ബീറ്റ് എന്ന്, ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ദ ഹാർട്ട് ഓഫ് എ ഹെൽത്തി അഡൽട്ട് ബീറ്റ് 72 times per minute. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയസ്പന്ദന നിരക്ക് 72 മിനിറ്റ്. വാട്ട് ഈസ് പൾസ്? എന്താണ് പൾസ് എന്ന് നോക്കാം. പൾസ് ഇസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. ദ ഹാർട്ട് റേറ്റ് പൾസ് റേറ്റ് ആർ ഈക്വൽ. പൾസിൻ്റെ നിരക്കും അതുപോലെ
The heart rate, pulse rate are equal. പൾസിൻ്റെ നിരക്ക് തുല്യമായിരിക്കും. Which are the body parts that are examined to feel pulse? നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധിച്ച് നോക്കിയാലാണ് പൾസ് അറിയാൻ കഴിയുന്നത്? ഒന്ന് റിസ്റ്റിൽ, നമ്മളെ കൈത്തണ്ടയിൽ, ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫോർഹെഡ്, നെറ്റിയുടെ ഇരുവശങ്ങളിലും, നമ്മുടെ ചെസ്റ്റിൽ. വാട്ട് ഇൻസ്ട്രുമെൻറ്റ് ഡസ് ദ ഡോക്ടർ യൂസ് ടു എക്സാമിൻ ഹാർട്ട് ബീറ്റ്? നമുക്കറിയാം സ്റ്റെതസ്കോപ്പാണ്. ദെൻ കാർഡിയാക് വെൽനെസ്. കാർഡിയാക് വെൽനെസ് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ലിസൺ ടു ദ മോണോലോഗ് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ ആത്മകഥം, എൻ്റെ വിഷമം പറയാണ് ഹൃദയം. റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്സ് എഫക്ട്സ് മൈ ഫങ്ഷനിങ്. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്കർ വിൽ മേക്ക് മീ സിക്ക് ഫാസ്റ്റ്. പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വിയർ മീ ഡൗൺ. ജീവിതശൈലി രോഗങ്ങൾ എന്നെ തളർത്തും. ലാക്ക് ഓഫ് റെഗുലർ എക്സസൈസ് വിൽ ഇമ്പയർ മൈ ഹെൽത്ത്. വ്യായാമം ചെയ്തില്ലെങ്കിൽ എന്താവും? എൻ്റെ ആരോഗ്യം തകരാറിലാകും. ആരാ ഇത് പറയുന്നത്? നമ്മുടെ ഹാർട്ട് തന്നെയാണ് പറയുന്നത്. കാർഡിയാക് വെൽനെസ്. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ഹാർട്ട്? ഹൃദയാരോഗ്യം നിലനിർത്താൻ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്? അവോയ്ഡ് റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്സ്. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കണം. ദെൻ അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്കർ. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. എക്സസൈസ് റെഗുലർലി. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. ദെൻ ഫോളോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നല്ല ശരിയായ ആഹാരശീലങ്ങളും ജീവിതചര്യങ്ങളൊക്കെ ശരിയായിട്ട് പാലിക്കാം. What first aid can be given to next in case of injury? നോക്കാം. You have understood that the heart, blood and blood vessels are part of the circulatory system. നിങ്ങൾക്ക് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് ഹൃദയം, രക്തം, രക്തക്കുഴൽ എന്നിവ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണെന്ന്. നമ്മുടെ ഈ രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നോക്കാം. While playing, your friend's hand gets injured and it is bleeding. What will you do? നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങളെ ഫ്രണ്ടിൻ്റെ കയ്യിലൊരു മുറിവുണ്ടായി, രക്തം ഒഴുകാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൺ ടു എ പേഴ്സൺ ഹു ഈസ് ഇൻജേർഡ്? അപ്പോൾ മുറിവ് പറ്റിയ ആൾക്ക് നിങ്ങൾ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുക നോക്കാം. ഫസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുക? ക്ലീൻ ദ വൂണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ. ശുദ്ധജലം ഉപയോഗിച്ചിട്ട് മുറിവ് വൃത്തിയാക്കും അല്ലേ. ടച്ച് ദ വൂണ്ട് വിത്ത് യുവർ ഹാൻഡ്. മുറിവിൽ നമ്മൾ അമർത്തി പിടിക്കും. ഇഫ് ദ വൂണ്ട് ഇസ് ഓൺ ദ ഹാൻഡ്, ഹോൾഡ് ഇറ്റ്. എന്താണ്? കയ്യിലാണ് മുറിവെങ്കിൽ കൈ. ഇഫ് ബ്ലീഡിംഗ് ഡസൻറ്റ് സ്റ്റോപ്പ്, റാപ്പ് ദ വൂണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക. ദെൻ ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്ക്ലി. വേഗത്തിൽ തന്നെ നമ്മൾ ഡോക്ടർ സഹായം തേടുക. നെക്സ്റ്റ് നമുക്ക് ബ്ലഡ് ഡൊണേഷൻ. വാട്ട് ഈസ് ബ്ലഡ് ഡൊണേഷൻ? എന്താണ് രക്തദാനം? ബ്ലഡ് ഡൊണേഷൻ ഇസ് ദ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് ബൈ എ പേഴ്സൺ ടു അനദർ ഓർ ഫോർ ഫർദർ യൂസ് ത്രൂ ഇറ്റ്സ് സയൻറ്റിഫിക് പ്രിസർവേഷൻ. ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതിനെയാണ് എന്താ പറയുക? രക്തദാനം. How much blood will be there in the body of a healthy person? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം എത്ര രക്തമുണ്ടാകും? ഏകദേശം about 5.5 ലിറ്റർ. ഏകദേശം 5.5 ലിറ്റർ. ഇനി ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. പാർട്സ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം: ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ബ്ലഡ്, ഹീമോഗ്ലോബിൻ, ദ പിഗ്മെൻറ്റ് ദാറ്റ് ഗിവ്സ് റെഡ് കളർ ടു ബ്ലഡ്, ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഹീമോഗ്ലോബിൻ, അയൺ, പ്രോട്ടീൻ. ദെൻ കമ്പോണൻസ് ഓഫ് ബ്ലഡ് ചോദിച്ചാൽ പ്ലാസ്മ, വൈറ്റ് ബ്ലഡ് സെൽ, റെഡ് ബ്ലഡ് സെൽ, പ്ലേറ്റ്ലെറ്റ്സ്. 3 types of blood vessels ചോദിച്ചാലോ ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലാരീസ്. Stethoscope use and the instrument used to check heartbeat. What is excretion? The excretion is the process of elimination of urea, excess water, salts, etc. that are
produced in the human body as a result of life process. Which blood vessel carries blood to the kidneys? Renal artery. Which blood vessels carry blood back from the kidneys? Renal vein. How does the blood in the renal artery differ from the blood in the renal vein? Blood in the renal artery contains urea, glucose, salts, oxygen and other components. The blood in the renal vein contains less amount of these substances. Which tube carries urine from the kidney's ureter? In which part of the excretory system is urine collected? In the urinary bladder. How can we protect the health of our kidneys? Drink at least 12 glasses of water daily. Avoid overuse of artificial drinks. Reduce the use of unnecessary medicines. Avoid excess use of salt. Avoid smoking and drinking liquor. Exercise regularly.